ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ചപ്പാത്തി, അപ്പം, പൊറോട്ട, റൈസ് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഒരു ചുവട് കെട്ടിയുള്ള പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി, പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നെയ്യൊന്ന് ഉരുകി വരണം. ഇതിലോട്ട് ഒരു ബേ ലീഫ്, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, 2 വെളുത്തുള്ളി, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അരമുറി പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ അരമുറി ചേർക്കുന്നത്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഒന്നൊക്കെ ചേർക്കാം കേട്ടോ. ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 വരെ എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കണം. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. 9 കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. സവാള നല്ല ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറും കിട്ടും കേട്ടോ. മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത റെഡ് കളറിലുള്ള തക്കാളി ആണെങ്കിൽ കറിക്ക് കുറച്ചും കൂടെ കളറൊക്കെ കിട്ടും. ഇനി തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം, വെന്തുടഞ്ഞു വരണം. അപ്പോൾ അതാ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമേ ഒന്നിച്ച് ചേർക്കേണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പനീർ ശരിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് ഈ വെള്ളത്തിലിട്ട് വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. കുറച്ചായിട്ട് എടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കുറേ ഒന്നിച്ചെടുത്ത് പിഴിഞ്ഞെടുക്കരുത്. പനീർ പൊട്ടിപ്പോകാനും പാടില്ല. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഗ്രേവി കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് ഞാൻ ഇനി അരിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ പനീർ ബട്ടർ മസാല വാങ്ങുമ്പോൾ ഗ്രേവി നല്ല സ്മൂത്തായിരിക്കും. അതിൽ തക്കാളിയോ സവാളയോ ഒന്നും കാണില്ല. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്നില്ലേ, അരിപ്പ്, അത് വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ അധികം കളയേണ്ടിയൊന്നും വരില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പം കുറച്ചേ കാണുള്ളൂ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ടോ ഇത്രേ ബാക്കി വന്നുള്ളൂ. തക്കാളിയുടെയൊക്കെ തോലാണ്. നമുക്കിത് കളയാം. അപ്പോൾ ഗ്രേവി മാറ്റി വയ്ക്കുക. ഒരു ചൂട് കെട്ടിയുള്ള പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായിട്ട് വരണം. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ബട്ടർ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ കുറച്ച് വയ്ക്കണം. പൊടികൾ കരിഞ്ഞു പോകരുത്. പച്ചമണം മാറി വരണം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ആ ഗ്രേവിയിൽ ഒന്ന് എരിവ് നോക്കുക. കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേവി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗ്രേവി ഒന്ന് തിളച്ച് വരണം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തേന് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേനിന് പകരം പഞ്ചസാര ചേർത്താലും മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മസാലയൊക്കെ പനീറിൽ പിടിച്ചു വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മെത്തി കയ്യിൽ വെച്ച് തിരുമ്മി ഒന്ന് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നന്നായിട്ട് പുളി കുറഞ്ഞ തൈരുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ പുളി കൂടിയ തൈര് ചേർക്കരുത്, നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാം കൂടെ പുളി കൂടിപ്പോവും. അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് വിളമ്പാം കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിനും റൈസിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.